ഗുഡ് മോർണിംഗ് എവ്രി വൺ. വെൽക്കം ടു വിനീസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും കർക്കിടക മാസം തുടങ്ങിയതിൻ്റെ എല്ലാവർക്കും ആശംസകൾ. കർക്കിടകം 1 എല്ലാവരും ഇതേപോലെ തന്നെ രാമായണ മാസം തുടങ്ങിയതിൻ്റെ എല്ലാവരും അമ്പലങ്ങളിൽ പോകലും 4 അമ്പലത്തിൻ്റെ വിസിറ്റും അതേമാതിരി തന്നെ രാമായണം വായിക്കലും ഒക്കെ തിരക്കായിരിക്കും അല്ലേ. ചിലവർ കർക്കിടക ചികിത്സയ്ക്ക് ഉണ്ടാവും, കർക്കിടകത്തിൻ്റെ മരുന്നുകൾ കഴിച്ച് കിടക്കുന്നുണ്ടാവും. ഒരുപാട് വെറൈറ്റി ഞാൻ കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട സംഭവങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഓൾഡ് വീഡിയോസാണ്, ഒന്ന് പോയി എടുത്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ രാവിലെ നേരത്തെ തന്നെ എല്ലാം നമ്മൾ ഇവിടെയും ചെയ്തു. ഞാൻ കണ്ണേട്ടൻ ഒരാഴ്ചയായിട്ട് നാട്ടിലാണ്. ഒരുപാട് പേര് കണ്ണേട്ടനെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരൂ, അങ്ങനെ കർക്കിടക മാസം 1 തീയതി ആയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന റെസിപ്പി ചായക്കടയിൽ ഉണ്ടാക്കുന്ന സുഗിയനാണ്. ചായക്കട സുഗിയൻ എന്ന് പറയണത് എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഡിഷാണ് അല്ലേ. ഞാൻ വലിയ കപ്പിന് 1 കപ്പ് ചെറുപയർ, 3 ഗ്ലാസ് വെള്ളം, 1 കപ്പ് ചെറുപയറിന് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 4 വിസിൽ കൊടുത്തിട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നും ഇട്ടിട്ടില്ല കേട്ടോളൂ. ഇനി ഒരു ചീഞ്ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിക്കുക, എന്നിട്ട് വേവിച്ച ചെറുപയർ അതിലിട്ട് കൊടുക്കുക. ഇതിൽ ഒരുപാട് പേര് ചിലപ്പോൾ ചുക്ക്, ഏലയ്ക്ക എല്ലാം ഇടാറുണ്ട്. ഞാൻ അതൊന്നും ചെയ്യില്ല, സാധാരണ പോലെയാണ് ചെയ്യണത്. ഇനി ഞാനിതിലേക്ക് അളന്നെടുത്ത് വെച്ചിരിക്കുന്നത് ശർക്കരയുടെ പൊടിയാണ്. ഓർഗാനിക് ശർക്കരയുടെ പൊടി ആയതുകൊണ്ട് തന്നെ അരിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഞാൻ 2 ഗ്ലാസ് ശർക്കരയുടെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുക കുറയ്ക്കുക എന്താ വെച്ചാൽ ചെയ്യാം. എനിക്ക് പിന്നെ നോർമൽ മധുരമാണ് ഞാൻ വെക്കാറുള്ളത്, കൂടാറുമില്ല, എന്നാലോ വളരെ കമ്മിയായിട്ട് ഞാൻ ചെയ്യാറുമില്ല. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങൾ ശർക്കര പാനിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക കേട്ടുള്ളൂ. ഇനി നമുക്ക് തേങ്ങയാണ് ഇട്ട് കൊടുക്കേണ്ടത്. നല്ലോണം നിങ്ങളുടെ കയ്യിന് 2 പിടി തേങ്ങ നല്ല അസലായിട്ട് ഇട്ട് കൊടുത്തോളൂ. എത്രത്തോളം സുഗിയന് തേങ്ങ പോകുന്നോ അത്രത്തോളം സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നാട്ടിലത്തേക്ക് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോളൂ. അപ്പോൾ നല്ല തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് ചെറുപയറിനെ ഒന്ന് ലേശം ഒന്ന് ഉടച്ച് വിടാൻ നോക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒരു 1/2 സ്പൂണ് നെയ്യ് വീതം ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കടന്ന് കുളിപ്പിക്കേണ്ട, അല്ലാതെ കുറച്ചായിട്ടുള്ള രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇളക്കണ സമയത്ത് ആ പൂർണ്ണത്തിന് തന്നെ നല്ല ഒരു ടേസ്റ്റ് വരും. അപ്പോൾ ഇതാണ് പൂർണ്ണം എന്ന് പറയണത്. ആ പൂർണ്ണത്തിന് തന്നെ നല്ലൊരു ടേസ്റ്റ് വരും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് എടുക്കുക. എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റാട്ടുള്ളൂ. എന്നാലല്ലേ നമുക്കൊന്ന് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് നമ്മൾ നന്നായിട്ടൊന്ന് പ്ലേറ്റിൽ ആറാൻ വെക്കുക. ഒരു 1-2 മണിക്കൂർ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ നോർമൽ ടെമ്പറേച്ചറിൽ. അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഒരു ടെൻഷനും ഇല്ലാണ്ട് നിങ്ങൾക്ക് ഉരുട്ടാൻ കിട്ടും. നെയ്യ് അതിൽ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കയ്യിൽ നെയ്യൊന്നും പുരട്ടേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇങ്ങനെ ഉരുണ്ട പിടിക്കാൻ പറ്റും നമുക്ക്. അങ്ങനെ എല്ലാ ഉരുണ്ടയും ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 1 ഗ്ലാസ് മൈദയിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി, അത് നമ്മുടെ ഇടിയാപ്പത്തിൻ്റെ പൊടിയാണ് ഇടുന്നത്, ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് 2 കൂടി ഞരടി കൊടുക്കുക. എന്നതിന് ശേഷം പാകത്തിന് വെള്ളം, അതായത് എത്രയാണ് വെള്ളം എന്നുള്ളത് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഓരോരുത്തരുടെ മാവിൻ്റെത് പൊടിയുടെ കൺസിസ്റ്റൻസി ഇതായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ ലേശം ഉപ്പും അതേമാതിരി തന്നെ ഞാൻ ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് 2ഉം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ചിലവർക്ക് മഞ്ഞൾപ്പൊടി ഇഷ്ടമാണ്, ചിലവർക്ക് മഞ്ഞൾപ്പൊടി ഇഷ്ടമല്ല. അപ്പോൾ നന്നായിട്ട് ഇത് 2ഉം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ കൺസിസ്റ്റൻസി വേണ്ടത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഞാൻ ഇളക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ആ ഒരു ദോശമാവിൻ്റെയും അല്ല എന്നാൽ ഇഡ്ലി മാവിൻ്റെയും അല്ലാത്ത പോലുള്ള ഒരു കൺസിസ്റ്റൻസി. ഇനി എണ്ണ നല്ലോണം ചൂടാക്കാൻ വെക്കുക. ഓരോ ഉരുണ്ടകളായിട്ട് മറ്റേ മാവിൽ മുക്കുക, എന്നിട്ട് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു കാര്യം ഇവിടെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എണ്ണയുടെ അളവ് നോക്കണം. അതായത് നിങ്ങളുടെ സുഗിയൻ എല്ലാം തന്നെ എണ്ണയിൽ കംപ്ലീറ്റ് മുങ്ങിയിരിക്കണം. മുകളിൽ ഒന്നും തന്നെ, അതായത് മോൾ വശം കാണാൻ പാടില്ല.
എല്ലാ സുഖിയനും അടിപൊളിയായിട്ട് ഉള്ളിലേക്ക് തന്നെ പോകണം. അതായിരിക്കണം നിങ്ങളുടെ എണ്ണ ഒഴിക്കണതിൻ്റെ പാകം. എന്താ വെച്ചാൽ കുറച്ച് എണ്ണയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ മോൾവശം വേവാത്ത പോലെ മുകളിലേക്കായിട്ട് തന്നെ നിൽക്കും. അത് പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അപ്പോൾ നന്നായിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ നല്ലപോലെ ആക്കിയിട്ട് ഇതുപോലെയാണ് നിങ്ങളുടെ സുഖിയൻ കറക്റ്റായിരിക്കുക. ആ മാവൊക്കെ അങ്ങോട്ട് കോട്ടായി നന്നായിരിക്കും. ഒരിക്കൽ കൂടി പറയുകയാണ്, ഒരു ബോൾ എടുക്കണു, എന്നിട്ട് ആ മാവിലേക്ക് നന്നായിട്ട് അങ്ങോട്ട് കോട്ട് ചെയ്യുക. നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എണ്ണ കുടിക്കൂല്ല. നന്നായിട്ട് ഈ സുഖിയൻ അങ്ങോട്ട് കിടന്ന് നന്നായിട്ട് അങ്ങോട്ട് തിളച്ചിട്ട് നല്ല സൂപ്പറായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ചായക്കട പോലെ തന്നെ ഉള്ള സുഖിയൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാ ഇതും ഞാൻ ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. നല്ലോണം ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇളം മധുരമാണ്, പാകത്തിനുള്ള മധുരമാണ്. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഞങ്ങൾക്ക് ഇതന്നെ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാ സുഖിയനും ഇട്ടെടുക്കുക. എൻ്റെ ചീഞ്ചട്ടിയിൽ എനിക്ക് 4 എണ്ണ 5 എണ്ണയെ കൊള്ളുള്ളൂ. എന്താ വെച്ചാൽ നല്ലോണം എണ്ണയുണ്ടേ. അപ്പോൾ അതിങ്ങനെ തുളുമ്പി പോവരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വിടിക്കണ പോലെ ആക്കുക. ഇട്ട് കൊടുക്കണ സമയത്ത് ചിലപ്പോൾ ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് വിടിക്കണ പോലെ ആക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് കോരിയെടുക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള ചായക്കട സുഖിയൻ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എന്തായാലും. അപ്പോൾ സൂപ്പറായിട്ട് ചായയുടെ കൂടെ സുഖിയനും റെഡി. അന്നത്തെ ദിവസം സുഖിയൻ മാത്രമല്ല കേട്ടോ, ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളിതെന്തായാലും സുഖിയനും ഉണ്ടാക്കി നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ കാണാം.